വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് നിന്നതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ബാക്കിലൊക്കെ നിറയെ വെള്ളമാണ്. അപ്പോഴാണ് ഞാൻ റോസിനെ ശ്രദ്ധിച്ചത് കേട്ടോ. തുടരെ മഴയായ കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളമൊക്കെ നിൽക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പം റോസിനെ ശ്രദ്ധിച്ചപ്പോഴാണ് നിറയെ ഇങ്ങനെ മഞ്ഞിലകളൊക്കെ വന്നിട്ട് കണ്ടത്. ഇങ്ങനെ മഞ്ഞിലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ അത് കരിച്ച് കളയണം അല്ലെങ്കിൽ ദൂരെ കളയണം കേട്ടോ. അപ്പം ഞാനതൊക്കെ പറിച്ചെടുക്കുകയാണ്. മുഴുവൻ മഞ്ഞയിലയും നമ്മൾ പറിച്ചെടുത്ത ശേഷം അത് ഒന്നെങ്കിൽ ദൂരെ കളയുക അല്ലെങ്കിൽ കരിച്ച് കളയണം കേട്ടോ. അതിനുശേഷം പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ സ്പ്രേ ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. നല്ല തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. റോസിൽ മഴ റോസിന് വലിയ കാര്യമായിട്ട് ഏൽക്കൊന്നുമില്ല കേട്ടോ. എന്നാലും ഓർക്കിഡ് റോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റി വെക്കണം. ഓർക്കിഡ് റോസ് എൻ്റെത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് അത് നഷ്ടമായി പോയിട്ടാണ് മഴയത്തിരുന്നിട്ട്. അതൊക്കെ നമുക്ക് മാറ്റി വേറെ മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് വെക്കണം. സാധാരണ റോസുകളൊന്നും മഴയത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ സീനിയൊക്കെ വെള്ളം നിന്നിട്ട് അതൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ട്. ബോഗൻവില്ലൊക്കെ കുഴപ്പമില്ല. അതിപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു മാസം കൂടെ ബോഗൻവില്ല ഫ്ലവറിങ് കാണുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും മഴയിലൊന്നും ബോഗൻവില്ലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇത് കണ്ടില്ലേ വെള്ളമൊക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മുടെ അഗ്ലോണിമൊക്കെ മഴയത്ത് വെച്ചാൽ കേടുവരുന്നതാണ്, പക്ഷേ ഞാനത് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ വലിയ ഓർക്കിഡ്സിനൊന്നും മഴ അത്ര ബാധകമല്ല കേട്ടോ. ചെറുതൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണ്ടേവില്ല മഴയത്തിരുന്നാൽ നാശാവുന്നതാണ്. അത് ഞാൻ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മരത്തിൻ്റെ അടിയിലിരുന്നിരുന്നതാണ് കേട്ടോ. ഫിലോഡെൻഡ്രോണ് അത് ഞാൻ എടുത്തിട്ട് നമ്മുടെ മുൻവശത്ത് സിറ്റ് ഔട്ടിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അതെടുത്ത് അവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, 2-3 കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് 2 പ്ലാന്റ് കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുന്നേ കൊറിയർ അയക്കാനുള്ളതൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇത് അതിന് ശേഷം വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ തൈയൊന്നല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. മാത്രമല്ല കൂടുതൽ ഷൂട്ട്സും അതിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അധികം നനവില്ല, കുറച്ച് നനവോട് കൂടിയിട്ട് ചകിരിച്ചോറ് പൊതിഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു ന്യൂസ് പേപ്പറും കൂടെ ഞാനിങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ന്യൂസ് പേപ്പറിൻ്റെ മീതെയായിട്ട് ഒരു ചെറിയൊരു പോളി കവറും കൂടെ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം കുറച്ച് നല്ലതാണ്. അതുപോലെ ഒന്ന് ഫിറ്റായിട്ടിരിക്കും. പ്ലാന്റ് നമുക്ക് കേടാവുകയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പ്ലാന്റ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒരു വലിയൊരു ന്യൂസ് പേപ്പറിൽ ഈ പ്ലാന്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലീഫിനൊന്നും കേടുവരില്ല കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഒന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈ കട്ടി കുറവുള്ള ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമുക്ക് ഇത് പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്യാനും പറ്റും. അതിനുശേഷം ഇനി ചെയ്യണത് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് ലാസ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിതൊന്ന് ചുറ്റി ടാപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാക്കിങ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അയക്കേണ്ട ആളുടെ അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പറൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതും ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രം അഡ്രസ്സും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കൊറിയർ അയക്കാറ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക്